ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ്പോർട്ട് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ. ആ സ്ട്രെസ്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അത് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് റിഫ്ലക്സോളജിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, ആ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് മാറ്റം വരുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഫുഡ് റിഫ്ലക്സോളജി സ്ട്രെസ്സ് കുറയുന്നതിനെ പറ്റിയിട്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യം നമുക്ക് നിങ്ങളോട് പറയണം തോന്നി. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നതിനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് എന്താണ് കോർട്ടിസോൾ എന്ന് നമുക്ക് നോക്കാം. കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും അഡ്രിനൽ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിൻ്റെ പ്രതിദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സ്ട്രെസ്സ് കൈകാര്യം ചെയ്യുന്നതിൽ കോർട്ടിസോളിന് നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് കോർട്ടിസോളിൻ്റെ ഒരു സ്ട്രെസ് ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് റിഫ്ലക്സോളജിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കണം. അതിന് മുമ്പ് കോർട്ടിസോൾ കൂടുതലായി എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. കോർട്ടിസോൾ കൂടുതലായി അഥവാ ഹൈ കോർട്ടിസോളിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക്. ഇത് അമിതമായ സമ്മർദ്ദം, വിഷാദം, അതുപോലെ തന്നെ നമുക്ക് വിളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കുറയുക ഈ കൂടുതലായി ഈ കോർട്ടിസോൾ കൂടുതലായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉയരുകയും അതേപോലെ തന്നെ പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചർമ്മത്തിൽ പാടുകൾ, അതുപോലെ കാര്യങ്ങൾ, നമുക്ക് കൂടെ തളർച്ച, ഇതൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർട്ടിസോൾ കുറവായി കഴിഞ്ഞാൽ എന്തൊക്കെ എഫക്റ്റ് ആണെന്ന് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ശരിക്ക് കോർട്ടിസോൾ കുറവാകുമ്പോഴേക്കും നമുക്ക് ശരിക്ക് എപ്പോഴും ഒരു തളർച്ച അനുഭവപ്പെട്ടു എല്ലാവർക്കും കാണാൻ പറ്റും. ചിലപ്പോൾ ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഭാരം കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും, നമ്മുടെ സമ്മർദ്ദം വളരാതെ നമുക്ക് ബുദ്ധിമുട്ടതും അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് എപ്പോഴൊരു മയക്കം തോന്നുന്നുണ്ട്, എപ്പോഴൊരു മയക്കം പോലെ, ഒന്നിനോട് ഒരു താല്പര്യമില്ലാതെ പോലെ ഒരു പ്രശ്നങ്ങളായിട്ട് നിൽക്കും. ഇത് ഫുഡ് റിഫ്ലക്സോളജിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഫുഡ് റിഫ്ലക്സോളജിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ അതിന് റിഫ്ലക്റ്റ് ഏരിയയുണ്ട്. ആ ഫുഡ് റിഫ്ലക്സോളജിയിൽ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള ആ ബാലൻസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള റിഫ്ലക്റ്റ് ഏരിയയുണ്ട്. ആ റിഫ്ലക്റ്റ് ഏരിയയിൽ വെച്ച് നമ്മൾക്ക് ഫുഡ് റിഫ്ലക്സോളജി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 1-2 കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഓരോ റിഫ്ലക്റ്റ് പോയിന്റുകളിലും നമ്മൾ കൊടുക്കുന്ന പ്രഷർ നമ്മളെ ശരീരത്തിലെ ശരിക്കുള്ള അനുദിനം നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി അഥവാ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ്